ഹായ് ഹലോ, ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ കടി നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാൻ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഗ്യാസുമ്മ വെച്ച് വെള്ളം ഒന്ന് തിളച്ച ശേഷം അടുപ്പത്ത് വെക്കാറാണ്. അത് വേഗം ആയി കിട്ടും. ഗ്യാസും വേണമെങ്കിൽ കുറേ നേരം കിടക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തലേന്നത്തെ ഉള്ളി വാട്ടിയ മസാലയൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇഡ്ഡലിയല്ല, നൂൽപുട്ടൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ മക്കളൊക്കെ ഈ ഒരു സമയത്ത് തന്നെ മദ്രസയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മോനിപ്പോൾ വേറൊരു സ്കൂൾക്ക് മാറിയിട്ടുണ്ട്. മറ്റവൾ ഇവിടെ അടുത്ത് തന്നെയാണ് അവളുടെ സ്കൂള്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓനിപ്പോൾ വേഗം പോകണം. വന്നാൽ അധികം ടൈമൊന്നുമില്ല നിൽക്കാനൊന്നും. അപ്പോൾ മോൻ 5ാം ക്ലാസ്സിൽ തന്നെ ബസ് കയറിയിട്ട് വേണം കേട്ടോ അപ്പോൾ പോകാൻ. സ്കൂൾ ബസ് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ നൂൽപുട്ട് 2ാമത്തെ ട്രിപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തീ നന്നായി കത്തിയാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഗ്യാസും എല്ലാവരും എളുപ്പമായിട്ട് എനിക്ക് ഈ ഒരു അടുപ്പിലാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. ആദ്യമൊന്നും ഞാൻ ഈ ഒരു അടുപ്പിൽ അങ്ങനെ ഒക്കെ അപ്പൊക്കെ ഗ്യാസുമ്മ തന്നെയാണ് ഈ ഒരു അടുപ്പിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എളുപ്പമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ പൈപ്പ് വെള്ളം വരലുണ്ട് കേട്ടോ. രാവിലെയാണ് ഇന്ന് വരാറ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ 2-3 ടാങ്കിലേക്ക് പിടിക്കാറുണ്ട്. കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാകുകയാണെങ്കിൽ അലക്കാനും കൂടി എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജനലിൽ കൂടെ അങ്ങനെ പൈപ്പ് എടുക്കാറാണ്. എന്നിട്ട് അവിടെ പോയി തിരിച്ച് കണ്ടാണ് കേട്ടോ ചെയ്യാറ്. രാവിലെ ആ തിരക്കും അലക്കണ തിരക്കൊക്കെ പാടെ ഭയങ്കര തിരക്കാവും. അപ്പോൾ മോൻ മദ്രസ ഇട്ട് വന്ന് സ്കൂളിലേക്ക് പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അവൻ്റെ കൂട്ടുകാരനെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഓളെ ഞാൻ കൊണ്ടാക്കാറാണ്. അല്ലെങ്കിൽ അപ്പുറത്തെ കുട്ടികൾ കുറേ ഉണ്ട് കേട്ടോ അവിടെ വലിയ പ്രായക്കാരനെ. അപ്പോൾ ആരെങ്കിലും ഒരാൾ കൊണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരാൾ കൊണ്ടുവരാൻ പോകല ആണ് കേട്ടോ. ചില ദിവസമൊക്കെ ഞാൻ തന്നെ പോവും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവരാനുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടോ സലാമൊക്കെ പറഞ്ഞിങ്ങനെ ഇറങ്ങായിരുന്നു. അപ്പോൾ പനിയായതുകൊണ്ട് തന്നെ 2 ദിവസം ഒന്നും തല നനക്കാന്നുണ്ടെങ്കിൽ മുടി ആകെ പാറിയിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ടോ. മുടി അങ്ങനെ വാരും നോക്കൊന്നുമില്ല, അങ്ങനെയാണ് പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുമായിരുന്നു. പിന്നെ ദാസക്കുട്ടിക്ക് ഇപ്പോൾ കാക്കു നേരത്തെ പോകണോണ്ട് തന്നെ ഓൾക്ക് അതിലേറെ അർജൻറ്റ് കേട്ടോ. എനിക്ക് വെള്ളം കൊണ്ടാ എനിക്ക് കൂട്ടാൻ കൊണ്ടാ അറിഞ്ഞുകൊണ്ട് ഭയങ്കര അർജൻറ്റും തിരക്കൂട്ടിലാണ്. അപ്പോൾ ഓളെ മുടിയൊന്ന് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഓളെ ഒരു രീതിയിൽ തന്നെ അവൾ കെട്ടിക്കൊടുക്കാൻ പറ്റുക. അവൾ പറയുന്ന ആ ഒരു രീതിയിൽ ചിലപ്പോൾ 2 കൊമ്പാക്കി എന്ന് പറഞ്ഞാൽ അതേപോലെ കെട്ടിക്കൊടുക്കണം. ഇന്ന് രാവിലെ ഇപ്പോൾ മദ്രസക്ക് പോയപ്പോൾ തന്നെ ഡ്രസ്സ് ഏറ്റവും പുതിയത് ഇങ്ങനെ അലമാരിയിൽ തപ്പുമായിരുന്നു. അപ്പം ഞാനത് പറഞ്ഞ് വേറെ ഏതോ ഒന്ന് കാട്ടിക്കൊടുത്തപ്പോൾ ഏതായാലും അത് സമാധാനമായി. ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ അവൾക്ക് ഭയങ്കര ഇതാട്ടോ. അപ്പം ഞാനോരോ പണിയെടുക്കുമ്പോൾ എമിനിക്കുട്ടൻ അവിടെ ഓരോ വിക്രസ് കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ വേഗം അടിച്ചിട്ടിട്ടോ. ഞാൻ അവിടെ അടങ്ങിയിരുന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ അസക്കുട്ടിൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്കൊന്ന് പോയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ എഡിറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇവന് കുട്ടനെയും കൊണ്ടായിരുന്നു പോയിരുന്നത്. നല്ല മഴയായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ അവിടെ ചെന്നിട്ടും അടങ്ങി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് എടുത്ത കുറച്ച് വീഡിയോസാണ്. സ്കൂൾക്ക് പോയിട്ടുള്ള ഞാൻ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. കുടയും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വേഗം തുടച്ചിട്ടോ. അപ്പോൾ അടിച്ചു വരുമ്പോഴും തുടക്കുമ്പോഴൊക്കെ മക്കളുടെ ഓരോ സാധനങ്ങൾ എത്ര എടുത്തു വെച്ചാലും കാണുന്നുണ്ടോ. പെൻസിലായിട്ടും കളറായിട്ടും അതുപോലെ പല സാധനങ്ങളുണ്ടാവും. പിന്നെ ബീഫ് വെക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചതാട്ടോ. പെരുന്നാൾക്ക് കിട്ടിയ ബീഫാണിത്. അപ്പോൾ അത് കുറച്ചുകൂടി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ നന്നായിട്ട് വിട്ട് വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇളയ ഇറച്ചി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ടോ. നല്ല ടേസ്റ്റുള്ള ബീഫ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇത് അടുപ്പത്ത് വേവിക്കാമെന്ന് വിചാരിച്ച് തന്നെ ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അടുപ്പക്ക് ഈ ഒരു ചട്ടിയാണ് എളുപ്പത്തിലായി കിട്ടുക. നന്നായിട്ട് അടി കറങ്ങി ഇരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. കട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചതച്ച് വെക്കലാണ് കേട്ടോ. എന്നാൽ പെട്ടെന്നൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ തൊലിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ നിന്ന് എടുത്താൽ മതിയല്ലോ, ഫ്രിഡ്ജിൽ അങ്ങനെ സൂക്ഷിച്ചാൽ മതി. നമ്മുടെ ചോറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. ഇവിടെ 10 മണിക്ക് ചോറൊക്കെ കഴിക്കണ പതിവുണ്ട് കേട്ടോ. അപ്പോൾ ബീഫൊന്നും വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ ചീര തേങ്ങയൊക്കെ ചതച്ച് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അതും അതുപോലെ തലേന്നത്തെ മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി ചോറ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വിശേഷം. സപ്പോർട്ട് ചെയ്യണേ.